അരലക്ഷത്തോളം പേർ പട്ടയ നടപടികൾക്കായി കാത്തിരിക്കുന്നതിനിടെ ഇടുക്കി ജില്ലയിലെ 5 ഭൂപതിവ് ഓഫീസുകളുടെ പ്രവർത്തനം നിർത്തലാക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. നെടുങ്കണ്ടം, മുരിക്കാശ്ശേരി, കട്ടപ്പന, രാജകുമാരി, കരിമണ്ണൂർ എന്നീ ഓഫീസുകളാണ് പ്രവർത്തനാനുമതി മാർച്ച് 31-ന് അവസാനിക്കുന്നതോടെ അടച്ചുപൂട്ടുക. 1993 കേരള ഭൂമിപതിവ് പ്രത്യേക ചട്ടങ്ങൾ പ്രകാരം 1977 മുൻപുള്ള വനഭൂമി കുടിയേറ്റം ക്രമീകരിക്കാനായാണ് പ്രത്യേക ഭൂമിപതിവ് ഓഫീസുകൾ പ്രവർത്തിക്കുന്നത്. ജില്ലയിലെ 6 ഓഫീസുകളിലെ 174 താൽക്കാലിക തസ്തികകളിലേക്ക് 2021 ജനുവരി 1 മുതൽ 2023 മാർച്ച് 31 വരെയാണ് തുടർച്ചാനുമതി നൽകി 2021 ഉത്തരവിറങ്ങിയത്. ഇതിൽ ഇടുക്കി ഒഴികെയുള്ള 5 ഓഫീസുകളുടെ പ്രവർത്തനം മാർച്ച് 31-ന് അവസാനിപ്പിക്കണമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ 5 ഓഫീസുകളിലായി 42,000-ഓളം പട്ടയാപേക്ഷകളാണ് കെട്ടിക്കിടക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് കടുത്ത പ്രതിഷേധവുമായി സാമൂഹ്യ സമുദായ രാഷ്ട്രീയ നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത്. പട്ടയ അപേക്ഷയുമായി കാത്തു നിൽക്കുന്ന ആയിരക്കണക്കിന് അപേക്ഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടും പ്രയാസവും ഉളവാക്കുന്ന കാര്യമാണ്. ശക്തമായ പ്രതിഷേധം ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തുന്നു. അതിശക്തമായ ഇടപെടൽ ഗവൺമെൻറ് തലത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ ഈ ഓഫീസുകളുടെ കാലപരിധി ദീർഘിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അത് ഉണ്ടാകണമെന്ന് ഞാൻ ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടുകയാണ്. അല്ലാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് ഉൾപ്പെടെ ഐക്യ ജനാധിപത്യ മുന്നണി മുൻപോട്ട് പോകും എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. ഇവിടുത്തെ ഇടുക്കി ഓഫീസ് ഒഴികെ കരിമണ്ണൂർ, രാജകുമാരി, കട്ടപ്പന, മുരിക്കാശ്ശേരി, നെടുങ്കണ്ടം എന്നീ 5 ഓഫീസുകളുടെ പ്രവർത്തനം നിലച്ചുപോയാൽ 6 ഓഫീസുകൾ ഉണ്ടായിരുന്നിട്ട് തന്നെ ഇത്രയും പട്ടയാപേക്ഷകൾ കെട്ടിക്കിടക്കുകയാണ്, പരിഹാരമില്ലാതെ കെട്ടിക്കിടക്കുകയാണ്. അപ്പോൾ ഈ അപേക്ഷകളെല്ലാം കൂടെ ബാക്കി ഓരോ ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ ഈ പട്ടയ അപേക്ഷകൾക്ക് പരിഹാരമുണ്ടാകും, ആളുകൾക്ക് പട്ടയം കിട്ടും എന്ന് നമുക്ക് വിശ്വസിക്കാനായിട്ടുള്ള വകയില്ല എന്ന് തിരിച്ചറിയുന്നു. ഇടുക്കി ജില്ലയിലെ അവസാനത്തെ പട്ടയം കൊടുക്കുന്നത് വരെയും അസൈൻമെൻറ്റ് ഓഫീസുകൾ പൂട്ടുന്ന പ്രശ്നമില്ല എന്ന് നിയമസഭയിൽ റവന്യൂ മന്ത്രി ഉറപ്പ് നൽകിയതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഉറപ്പ് കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ജില്ലാ കളക്ടറും റവന്യൂ ഉദ്യോഗസ്ഥന്മാരും ഈ ഓഫീസുകൾ പൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ട് മുമ്പോട്ട് നീങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് മന്ത്രിയുടെ ശ്രദ്ധ ഈ കാര്യത്തിൽ അടിയന്തരമായി ഉണ്ടാവണം. ഇനിയും ധാരാളം സ്ഥലങ്ങൾക്ക് പട്ടയം കൊടുക്കാൻ വേണ്ടിയിട്ട് കിടക്കുന്നു എന്നുള്ളത് കൊണ്ടും വിവിധ തലങ്ങളിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ടും ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വരെയും എല്ലാ ഓഫീസുകൾ യാതൊരു കാരണവശാലും നിർത്തലാക്കാൻ പാടില്ല. ഈ ഓഫീസുകളിൽ അവശേഷിക്കുന്ന പട്ടയാപേക്ഷകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾപ്പെട്ട റിപ്പോർട്ട് കളക്ടർ ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് അയച്ചിട്ടുണ്ട്. ഈ ഓഫീസുകളുടെ പ്രവർത്തനം നിർത്തുകയെന്നതിനർത്ഥം ജില്ലയിലെ പട്ടയ വിതരണം തന്നെ നിർത്തുന്നുവെന്ന സൂചനയാണ് നൽകുന്നതെന്നാണ് കർഷകരുൾപ്പെടെയുള്ളവർ കരുതുന്നത്. 1977 മുതൽ പട്ടയത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ജനങ്ങളാണ് ഇവിടെയുള്ളത്. ഇനിയും അവരുടെ ക്ഷമയെ പരീക്ഷിക്കാൻ ഗവൺമെൻറ് തയ്യാറാകരുത്. ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്ന ഈ സ്പെഷ്യൽ ഭൂപതിവ് ഓഫീസുകൾ നിർത്തലാക്കുന്നതിനുള്ള തീരുമാനത്തിൽ നിന്ന് നിർബന്ധമായും പിന്മാറണം. ഇല്ലെങ്കിൽ അതിശക്തമായ കർഷക പ്രക്ഷോഭത്തിന് ജനങ്ങൾ നിർബന്ധിതരാകും എന്ന് ഈ അവസരത്തിൽ മുന്നറിയിപ്പ് നൽകുകയാണ്. നിലവിൽ 42,000-ഓളം അപേക്ഷകളാണ് കെട്ടിക്കിടക്കുന്നത്. ഇത് കൂടാതെ തോപ്രാംകുടി പോലുള്ള മേഖലകളിൽ ഏലകൃഷിക്ക് വേണ്ടി എന്നുള്ള രജിസ്റ്ററിൽ അടയാളപ്പെടുത്തിയതിൻ്റെ പേരിൽ മാത്രം പട്ടയം കിട്ടാതിരിക്കുന്ന 3,000-ഓളം കുടുംബങ്ങളുണ്ട്. അടിയന്തരമായി ഈ ഓഫീസുകളുടെ പ്രവർത്തനം നീട്ടിക്കൊടുക്കാൻ ഗവൺമെൻറ് നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഉപാധിരഹിത പട്ടയം കൊടുക്കുമെന്ന് മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2016-ലും 2021-ലും ഇവിടെ അധികാരത്തിൽ വന്നത്. ഉപാധിരഹിത പട്ടയം കൊടുക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന ഇടതുപക്ഷ മുന്നണിയുടെ മന്ത്രി ഇടുക്കി ജില്ലയിലുള്ളപ്പോൾ, MLA ഉടുമ്പൻചോലയിലുള്ളപ്പോൾ അവർ ഈ കാര്യത്തിൽ നയം വ്യക്തമാക്കണം. കൃഷിക്കാർക്ക് പട്ടയം കിട്ടുന്ന സാഹചര്യം ഉറപ്പുവരുത്തണം. ഈ ഓഫീസുകൾ നിർത്തലാക്കാനുള്ള തീരുമാനം ഗവൺമെന്റ് പുനഃപരിശോധിക്കണം. നിർമ്മാണ നിരോധനവും ബഫർ സോണും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇടുക്കി ജില്ലയെ ആശങ്കപ്പെടുത്തുന്നതിനിടയിലാണ് ഭൂമിപതിവ് ഓഫീസുകളും നിർത്തലാക്കുന്നുവെന്ന നടപടികളും പുറത്തുവരുന്നത്. അതുകൊണ്ട് തന്നെ കടുത്ത പ്രതിഷേധ നടപടികളിലേക്കാണ് പ്രദേശവാസികൾ തയ്യാറെടുക്കുന്നത്. ഷെക്കേന ന്യൂസ്, ഇടുക്കി.